ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ അത് അന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ? അപ്പം മേലൊരു ഗസ്റ്റ് ഉണ്ട്, അതാരാ കാണാൻ നമുക്ക് പോയിട്ട്. കുറേ ടൈമായി ഇയാളെ സൗണ്ട് ഇങ്ങനെ കേൾക്കും ഞാൻ താഴത്തേക്ക് പോയി. എന്നെ കണ്ടപ്പോൾ അപ്പുറത്തേക്ക് പോയി. ഒന്നില്ലെങ്കിൽ ഇവിടെ വാർപ്പിൻ്റെ മേലെ അല്ലെങ്കിൽ പള്ളിയുടെ വാർപ്പിൻ്റെ മേലെ എപ്പോഴും ഉണ്ടാവും. കുറേ ടൈമായി ഞാൻ സൗണ്ട് ഇങ്ങനെ കേൾക്കണം. അപ്പോൾ വന്നോക്കട്ടെ എഴുതിയപ്പോൾ ഞാൻ അവിടെ നീച്ചുമ്പോൾ ഓരോ പണി കൂടി എളുപ്പം എടുക്കട്ടെ ഇതിങ്ങനെ നിൽക്കുന്നു. പിന്നെ ഇങ്ങനെ ഇവിടെ ഈ കല്ലുകളൊക്കെ ഇങ്ങനെ ഇളകണം ഒച്ചയൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പോന്നതാ. 2 ദിവസമായിട്ട് നെയ്ച്ചോറും മന്തിയും ബിരിയാണി അങ്ങനെയൊക്കെ അല്ലേനു. അപ്പം ഇന്ന് മുരിങ്ങ താളിപ്പും പിന്നെ ചിക്കൻ പൊരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ചിക്കൻ വരട്ടുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മുരിങ്ങ ഒടിക്കട്ടെ, ഏതായാലും താഴത്തേക്ക് മുരിങ്ങ ഒടിച്ച് പോട്ടെ. മയിൽ ഇന്നെ കണ്ടപ്പോൾ മണ്ടി. അപ്പോൾ മുരിങ്ങയൊക്കെ ഒടിച്ചിട്ടുണ്ട്. ഇത് പോയി ശരിയാക്കാം. കാരണം ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട്. ചോറും ചായയും കടിയൊക്കെ കഴിക്കണം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം? പെരുന്നാളും ഒക്കെ പെട്ടെന്ന് പെരുന്നാളും കഴിഞ്ഞു, വെക്കേഷനും കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ മുതൽ സ്കൂൾ സ്റ്റാർട്ടിങ്ങാലേ. ഇപ്പോൾ ഇവിടെ തന്നെ അജുവിന് ഇനിയിപ്പോൾ രാവിലെ ഉപ്പൊക്കെ വൈകിട്ടാണ് നീക്കുക. ഇനി സ്കൂൾ തുറന്നാൽ അവിടെ തിരക്കാക്കരം. അതിൻ്റെ ഒപ്പം ഇപ്പം നീക്കണില്ല. ഇനി അജുമോൻ സ്കൂൾക്ക് പോണ ടൈമായ അപ്പോൾ ഓനും നീച്ച് കരച്ചിലും പിന്നെ വാശിയാക്കരം. ഇനി രാവിലെ നാളെ മുതൽ തിരക്കായിരിക്കും. മദ്രസ പോക്കും സ്കൂളിൽ പോക്കും പാട് തിരക്കന്നെ. ഒരു 8-9 മണി വരെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആക്കണം. പിന്നെ സ്കൂളിട്ട് വന്നാൽ വൈകുന്നേരം അവരോട് പഠിക്കാൻ പറഞ്ഞിട്ടും ബുക്ക് എടുക്കായിട്ടും ഹോംവർക്ക് ചെയ്യായിട്ടും ഇത് തിരക്കങ്ങനെ. എന്തായാലും എത്ര എളുപ്പം കൊണ്ടാ മക്കൾ സ്കൂളും പൂട്ടി തുറന്ന് മക്കൾ വലിയ വലിയ ക്ലാസ്സുകൾ കൂടി എത്തി. പെരുന്നാളും ആയിക്കൂടി കഴിഞ്ഞു. അങ്ങനെ എല്ലാവർക്കും വെക്കേഷനൊക്കെ കഴിഞ്ഞ് പോയി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനേ ഇപ്പം മുരിങ്ങ പൊട്ടിച്ചൊണ്ടിങ്ങി അത് ഊരട്ടെ. ഏതായാലും ഇനിയിപ്പോൾ അത് ഊരി കറി വെക്കട്ടെ. എന്നിട്ടുള്ളൂ വേറെ പണിക്ക് നിൽക്കാന്ന് കരുതിയിട്ടാണ്. ഇതേതായാലും വേഗം ശരിയാക്കി എടുക്കട്ടെ. അപ്പോൾ രാവിലെ തന്നെ ഒരു പണി ഒരുങ്ങിയിട്ടില്ല കേട്ടോ. ചോറ് അടുപ്പത്തുണ്ട്. ഈ അജുമോ നീച്ചിട്ടില്ല. അപ്പോൾ ഇസു നീച്ചപ്പോൾ ഓന് ഉമ്മമാരത്തേക്ക് പോകണം എന്നാണ് പെരും കരച്ചിൽ. ഓന് ഉമ്മമാരത്തേക്ക് പോകണം. അപ്പം നോനെ നട കൊണ്ടുപോയി കൊണ്ടിട്ടെ. അജുമോ നീച്ചുമ്പോൾക്ക് വരും ചെയ്യാതെ എഴുതിയിട്ട് വേഗം അവിടെ നിന്ന് പോയോക്കട്ടെ. അവിടെ ഇപ്പോൾ താത്ത പോയിക്കൂടും, ഉമ്മ ഒറ്റക്കാണ്. അനിയത്തികൾ രണ്ടാളും പ്രസവിച്ചിറക്കുമല്ലേ. അപ്പം ഒന്ന് പോയിട്ട് വരാം. ഇവിടെ എന്തായാലും ഇപ്പോൾ ജംസിയൊക്കെ ഉച്ചയൊക്കെ ആവില്ലേ വരുമ്പോൾക്ക് ഭക്ഷണത്തിന്. അപ്പൊക്ക് വരെ ഏതായാലും ഉണ്ട് നോക്കാം. ഇവിടെ താത്താൻ്റെ കുട്ടികളുണ്ടായിരുന്നേ. ഈ പൂക്കളൊക്കെ ഓര് അറുത്ത് ചൂടിനു. ഇപ്പം എത്രമാനം വല്ല പോവാ. രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പെരുമണാക്കരം. ഞാനേ പതുക്കെ ഇസാപ്പൂനെ ഇവിടെ ആക്കിയിട്ടേ അവിടെ പാപ്പാൻ്റെ ഡബ്ബറിൽ നല്ല ചക്ക ഉണ്ട്. ചക്ക പച്ചയും പഴുത്തതൊക്കെ ഉണ്ട്. അപ്പം പഴഞ്ചക്കയാണ്. എനിക്ക് പഴഞ്ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എടുക്കാൻ പോട്ടേക്ക് എഴുതി നിൽക്കുക. അപ്പോൾ ഇസാപ്പിൻ്റെ പിന്നാലെ തന്നെ പോരുക. മച്ച് പോയാത്തേ അവനുള്ളിലാക്കി കണ്ടിയാൻ പോന്നെ. അപ്പോൾ വാതിൽ തുറന്നപ്പോൾ ഇതൊക്കെ നല്ലോണം ചാടിയിട്ടുണ്ട്. പഴുത്തതാണ്. നല്ല നമ്മളിത്
കുറേ ചാടിക്കണം. ഇങ്ങനെ പഴുത്തങ്ങനെ ചാടുകരം. ഇതാണ് അതിൻ്റെ മരം. കാണാൻ അത്ര തോനെയൊന്നും ഇല്ലെങ്കിലും പക്ഷെ നിലത്ത് നല്ലോണം ചാടികളൊക്കെ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് ചാടിയാക്കരം. ഇതൊക്കെ ഇന്ന് ചാടിയതാ. ഇതിവിടെ അങ്ങനെ ആരും തിന്നൂല. ഞങ്ങളാദ്യം സ്കൂളിലൊക്കെ പോയിന് ടൈമിൽ താത്ത ഓളെ തുണക്കാരത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. സ്കൂളിൽ ബാഗിൽ വെള്ളക്കുപ്പിയൊക്കെ ഇടുന്ന അറിയല്ലേ, അതിൽ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഞാൻ കൊടുന്നീന്. അന്നൊക്കെ ഞങ്ങൾ നല്ലോണം കഴിച്ചിരുന്നു. അന്നൊന്നും കൊടുന്ന തീരെ തികഞ്ഞില്ല. നല്ല മണമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് ആർക്കും ആവശ്യമില്ല. ഇവിടെ ആരും കഴിക്കൂല. എപ്പോഴും ഞങ്ങൾ 1 2 എണ്ണമൊക്കെ കഴിച്ചെങ്കിൽ ഉള്ളൂ. അന്ന് എത്ര കൊടുന്നാലും തികഞ്ഞിരുന്നില്ല. പോരെ അപ്പോൾ ഇതാ മുട്ടപ്പായൊക്കെ പെറുക്കി വന്നിട്ട് അപ്പം പൊട്ടിച്ച് നോക്കാൽ ഇത് മണം കൊണ്ട് ഞാൻ തിന്നാനും തോന്നുന്നുണ്ട്. അപ്പം ചെറിയൊരു പൊട്ടൊക്കെ കഴിക്കുക, തോനെയൊന്നും കഴിക്കില്ല. ഇത് നമ്മൾ പുഴുങ്ങിയ മുട്ടല്ലേ, അതിൻ്റെയൊക്കെ ഓരോ ടേസ്റ്റാണ് വരിക. നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മധുരമൊക്കെ ഉണ്ട്. മീറ്റൊക്കെ വെള്ളത്തിന് പോയിട്ടുണ്ട്. ഇവിടെ താഴത്ത് കിണറ്റുന്ന വെള്ളം കൊണ്ടൊരു. അപ്പോൾ ഞാൻ ഇസുവിനെ കാണാതെ മടപ്പം ഞാൻ വെള്ളത്തിന് പോകാൻ വേണ്ടി പോകുന്നതാണ്. ഇസു അവിടെ കരഞ്ഞ് പൊളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം മണ്ടിയതാണ്. ഞാനുണ്ടെങ്കിലുള്ളൂ ഞാൻ പോരല്. അല്ലെങ്കിൽ ഇമ്മയും അനിയത്തിയോ താത്തണ്ടെങ്കിൽ ഇമ്മയും താത്തയോ. ഇപ്പോൾ താത്താക്കും സുഖലോക്കും ഊരവേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇമ്മയും അനിയത്തിൽ തന്നെ കാര്യമായിട്ട് പോരല്. ഉമ്മാക്കും കൈവേദനയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഞാൻ പോയി കൊടുത്തു. സബൂജ കണ്ടാ ചക്കടാനോ? ചക്കടാൻ പോവാ? അവിടെ ഇങ്ങനെയാണ് ചക്ക ഉള്ളത്. ചക്കയ്ക്ക് നമ്മൾ മണ്ടിപ്പോയാലൊന്നും ചക്ക കിട്ടില്ലല്ലോ, മരത്തുമ്മല്ലത്. അവരിടാൻ ആയുധങ്ങൾ വേണ്ടേ. അപ്പം ഉമ്മ ഒരു തോട്ടിമ്മ മടാളൊക്കെ വെച്ച് മുറുക്കിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഉമ്മാക്ക് ഞാൻ പറഞ്ഞില്ല, ഉമ്മ കൈവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉമ്മാനെ കൊണ്ട് ഇടാനൊന്നും കഴിയില്ല. അപ്പം ഞാനിനി ഇടാലോ പറഞ്ഞിട്ട് വലിയ ദൂരമൊന്നുമില്ല, എത്തിനോട് തന്നെയാണ്. അപ്പം ഞാൻ ഇടാൻ വേണ്ടി ഇട്ട്. ഫസ്റ്റ് ഇട്ടതിന് നല്ല പഴുത്ത ചക്കയാണ്. അത് ഇട്ടേക്ക് ആ പുല്ലിലായതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞു. പിന്നെ വേറെ 2 എണ്ണം കൂടി ഇടണം എന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ ഇട്ടത് പഴുത്തത് ആയത് അത് ഒന്ന് വിണ്ട് പൊട്ടിയിരുന്നു ഇട്ടപ്പോൾ. പിന്നെ അത് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ പറിച്ച് കഴിക്കാലോ പറഞ്ഞാൽ അങ്ങനെ. ചക്ക നല്ല പഴുത്ത ചക്കയാണ്. ടെപ്പൊക്കെ പൊട്ടി. പിന്നെ ഇവിടെ ഒരു ചക്ക. അയ്യോ, അപ്പോൾ അതാ ഇമ്മ കൊണ്ടുപോകാൻ കഴിയൂല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പറിച്ചു. അപ്പോൾ നല്ല മധുരമല്ല പഴുത്ത ചക്കയായിരുന്നു. നല്ല ടേസ്റ്റില്ല ചക്ക. പിന്നെ ഞങ്ങൾ അവിടുന്ന് കഴിച്ചു. ബാക്കി ഞങ്ങൾ ഈ പ്ലേറ്റിൽ അവിടെ കൂടി പോയിട്ടൊരു പാത്രം കൊടുന്ന് അവിടെ നിന്ന് തന്നെ പറിച്ച് അങ്ങനെ പെരേക്ക് കൊണ്ടുപോയി. ചക്കേൻ്റെ ഞങ്ങൾ പെരേക്ക് പോയി. അപ്പോൾ ഇസുവിനൊക്കെ കൊടുക്കാൻ വരും പേടി എനിക്ക്. കാരണം ഇങ്ങനത്തെ ചക്ക കൊണ്ട് പഴഞ്ചക്ക ആയതുകൊണ്ട്. ഞങ്ങളിതാ ചക്കയൊക്കെ ഇട്ട് കുടിയിൽ ചക്കയൊക്കെ കൊണ്ടുവച്ച് പോന്നു. പൈത്തക്കൊക്കെ ഇരുന്ന് വേണ്ടി എനിക്ക് പൈത്തക്ക കിട്ടി. അത് അവിടെ നിന്ന് തന്നെ തിന്നു. അപ്പോൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ പോന്നിട്ടുണ്ട്. ഇവിടെ അജുമൻ പോയപ്പോൾ നീച്ചിട്ടില്ലല്ലോ. അപ്പം ഇന്നോനെ നീപ്പിച്ചിട്ട് ഒന്ന് ചായയൊക്കെ കൊടുക്കട്ടെ.
അപ്പോൾ ഞാൻ വന്നപ്പോൾ അജ്മോനെ നീച്ചിരുന്നു, ഓന് ബ്രഷ് ചെയ്യാൻ വേണ്ടി നിൽക്കിയിരുന്നു. അപ്പം ഓന് ഇതെല്ലാം ബ്രഷ് ചെയ്ത് ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അല്ലാത്ത പണികളൊക്കെ എടുക്കട്ടെ, അടിച്ചലും തുറക്കലും കാര്യങ്ങളൊക്കെ വേഗം ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടാണ്ടാക്കാൻ നിൽക്കണം. മുരിങ്ങ ഏതായാലും ഊരി വെച്ചിട്ടുണ്ട്. ചക്ക ഇട്ട് പോകുമ്പോൾ ചക്ക തന്നെ കൂട്ടാനും നിന്ന് വെക്കില്ല, എനിക്ക് പഴുത്തൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അത് ഇട്ടോട് കൂടി അവിടെ തന്നെ ഷെയറാക്കി കഴിച്ച് പോന്നു. പിന്നെ ബാക്കിയുള്ള കൂടി ഞങ്ങൾ കൊണ്ടുവന്നു. ഇനി ഏതായാലും ഇനി അടിക്കലും തുറക്കലൊക്കെ ചെയ്യുന്നത് അവിടെ കോണിക്കൂട്ടിലൊക്കെ നേരാക്കാണ്ട്. ഇന്നലെ അവിടെ പിന്നെ ഇത്തിരി ദിവസം തേങ്ങയൊക്കെ ഉണക്കാട്ടിയിരുന്നു മേലെ. അപ്പോൾ ഇന്നലെ അത് ആട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെയൊക്കെ ഒന്ന് നേരാക്കി വരാണ്ട്. അപ്പോൾ ഞാൻ ഒക്കെ എടുത്തിട്ട് വെക്കാം. ഇനി വീഡിയോ എടുത്ത് നിൽക്കുകയാണെങ്കിൽ പറ്റ ഉച്ചയാവും. അപ്പോൾ എല്ലാവരും പിന്നാക്കാം. ജംസിയൊക്കെ വരുമ്പോൾ ഉള്ളത്തേക്ക് കഴിഞ്ഞിട്ട് കൂട്ടാനുണ്ടാക്കട്ടെ വേണം. നോക്കി ബാക്കിയുള്ള വിശേഷങ്ങൾക്ക് അടുത്തിടാം. അപ്പോൾ എന്താ നിങ്ങളുടെ കുട്ടിയുടെ ബാക്കി അവിടെ ഉണ്ട്. അപ്പോൾ അതാ നെയ്സിപ്പ്, അജുവിൻ്റെ നെയ്സിപ്പാണ് ഇതൊക്കെ. അതുണ്ടാക്കിയതാണ്. ഓനിങ്ങനെ മതി എനിക്ക് ഓനുണ്ടാക്കിയതാണിത്. ഇപ്പോൾ ഇന്ന് സ്കൂൾ സാധനങ്ങളൊക്കെ പോയി വാങ്ങണം. അപ്പോൾ അതിൻ്റെ ഒപ്പം സ്കൂൾ സാധനങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ ഓനായിട്ട് വാങ്ങേണ്ടതുണ്ട്. ബാഗ് പ്രാവശ്യം എടുക്കണില്ല പറഞ്ഞിട്ട്. അവൻ്റെ കഴിഞ്ഞ വർഷത്തെ ബാഗ് ഞാൻ കഴുകിയിട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുടെ സാധനങ്ങളൊക്കെ എടുക്കും. അപ്പോൾ നിന്ന് തുടങ്ങുന്ന വൈകുന്നേരം പൊതിഞ്ഞ് ശരിയാക്കണം. നാളെ ഇപ്പോൾ സ്കൂളും അല്ലേ, സമയത്തില്ലല്ലോ. അപ്പോൾ ഇതാ മുരിങ്ങക്കറി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ചിക്കൻ കുക്കറിലുണ്ട്. ഇനി ഉള്ളിൽ കൂടെ ഒക്കെ ഇനി ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കണം. അടിക്കലൊക്കെ കഴിഞ്ഞിക്കണം. ഇനി തുടച്ചെടുക്കട്ടെ. ഇതാ അപ്പോൾ ഇവിടെ ഭയങ്കര കച്ചറയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി തുടയും കഴിഞ്ഞ് കുളിക്കണം. അപ്പോൾ ജംസിയാക്കും വരും. ജംസിയാക്ക് വന്നാൽ പിന്നെ അരനെല്ലൂർ പോകണം. അരനെല്ലൂർ പോയാലുള്ളൂ ഇപ്പോൾ ബാക്കി പരിപാടികളൊക്കെ നടക്കുള്ളൂ. കാരണം ഇനി ദിവസങ്ങളില്ല. നാളെ സ്കൂളും മദ്രസൊക്കെ തുറക്കല്ലേ. മദ്രസിൻ്റെ ഇനിയും തീരുമാനമായിട്ടില്ല. കാരണം മദ്രസ എവിടെ ചേർത്തുക എന്നുള്ളത് ഇവിടുത്തെ ഇവിടെ തുടങ്ങണതൊന്നും തീരുമാനമായിട്ടില്ല. എന്തായാലും ഒന്നില്ലെങ്കിൽ കുടിയൊന്നത്ത് അല്ലെങ്കിൽ നാലണ്ടത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഒന്ന് ചേർക്കണം. ഇപ്പോൾ ചേർത്താതിരിക്കാൻ പറ്റില്ല. കാരണം സ്കൂൾക്ക് 2ാം ക്ലാസ് കഴിയില്ലേ. എന്തായാലും എൻ്റെ ഇപ്പോഴത്തെ പരിപാടിയാണ് ഞാൻ എടുക്കട്ടെ. എന്നിട്ട് ഞാൻ അലനല്ലൂർ പോകണം. ഓന് സ്കൂൾ സാധനങ്ങളൊക്കെ എടുക്കണേ കാട്ടിത്തരാം. ഞാൻ എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിസ്കരിക്കണതിൻ്റെ അടിയിൽ നോക്കിയപ്പോൾ അജ്മോന് ഫോണെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഓൻ വീഡിയോ എടുത്തിരുന്നത്. ഞാൻ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മക്കൾക്ക് TV ഒക്കെ ഇട്ട് കൊടുക്കാതെ ഇത് അങ്ങനെ പോയി. അജുവിനോട് TV ഇടുമ്പോൾ തന്നെ ഞാൻ പറയാം കഴിഞ്ഞു, സ്കൂൾ തുറന്ന് ഇനി പരിപാടികളൊന്നുമില്ല ഒക്കെയാണ്. അപ്പോൾ അതാ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിക്കണോ. ഞാൻ മക്കൾക്ക് ചോറ് കൊടുക്കട്ടെ. മക്കൾക്ക് രണ്ടാക്കുമ്പാടെ ഒന്നിന്ന് വളർന്നു. ഇല്ല പൊന്നാ, വൈഫൈ ഓഫാക്കിയിട്ടില്ല. ചോറ് കൊടുക്കട്ടെ മക്കൾക്ക്. ജംസിയാക്ക് ഒന്നുകൊണ്ട് വണ്ടീൻ്റെ ഒച്ചയൊക്കെ കേൾക്കണ്ട. ചെന്നോട്ടെ. ഇതാപ്പോൾ കുളിയൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടില്ല. അപ്പോൾ അതാ അലനല്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കുക. നല്ല മഴയൊക്കെ വരുന്നുണ്ട്. ഇസൂനെ മഴത്ത് കൊണ്ടാക്കിക്കണു. ഓനവിടെ ഞാൻ പോയിരുന്നു കണ്ടിട്ടില്ല. അതൊക്കെ അരിയുന്നുണ്ട് തോന്നുന്നു. അവൻ മണ്ടിക്കണം. അവിടെ ചെന്നപ്പോൾ എൻ്റെ പിന്നാലെന്ന് വേറിടൂല. ഉമ്മ വെച്ചിങ്ങനെ നടക്കാം. ഈ ഓരോ പിന്നാലൊക്കെ ഇങ്ങനെ നടക്കും. അവിടെ നിന്ന് ഇപ്പോൾ എൻ്റെ ഡ്രസ്സുമേയും പിടിച്ച് അങ്ങനെ നടക്കുവാൻ. ഞാൻ ജംസിയൊക്കെ ഉറങ്ങിയെന്ന് പോലെ ഉണർത്തിയിട്ട് പോട്ടെ. നല്ല മഴ വരുന്നുണ്ട്. എന്തായാലും അവിടെ പോയി ഞാൻ സാധനമൊക്കെ എടുത്തിട്ട് വരട്ടെ.
വലിച്ചു കറക്കാം. ആ 900 തരാം വലിച്ചു കേട്ടോ. തരാം 900 1000 വലിച്ച് മതിയോ? 900 വലിച്ച് കേട്ടോ. 1000 ചേർക്കാണ്. 1000 എന്താ ചെറിങ്ങനെ 900 1000 ഒരു 10 ടീക്കാണ്. 900 1000 വലിച്ചു വെച്ചപ്പോൾ 10 ടീ. ഫസ്റ്റ് ഞാൻ വേഗം പോയി എൻ്റെ പ്രിൻ്റ് ഞാൻ തലേ ദിവസം ഏൽപ്പിച്ചാണ്. അവിടെ ഒരു പുറത്തുനിന്ന് ഞായറാഴ്ച കട ഉണ്ടാവില്ല, അപ്പോൾ പുറത്തൊരു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പോയി എടുത്തു. എന്നിട്ടാണ് പിന്നെ ഞങ്ങൾ സാധനം വാങ്ങാൻ പോയത്. അയ്യോ കടയിൽ പെരും തിരക്കാ. ചെരുപ്പ് തന്നെ ഇവിടെ ഫുള്ളാ. പോരെ എല്ലാവരും ഒരേ നീളാക്കാരോ ആദ്യം പഠിച്ചല്ലോ. എന്താ ചെയ്ത്? എന്താണ്? എന്ത് അപ്പോൾ അത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കടൻ്റെ ഉള്ളിൽ. പിന്നെ ഏതായാലും കുറച്ച് സാധനങ്ങൾ എടുത്ത് ഈ സാധനങ്ങളൊക്കെ എടുത്തത് ഞാൻ ബില്ലാക്കി പോന്നു. ഉച്ച കഴിഞ്ഞ ഫുൾ ടൈമും ആയ സാധനം വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ അവസ്ഥ കൂട്ടാൻ പാത്രമൊക്കെ വാങ്ങും കേട്ടോ. കൂട്ടപാത്രമില്ല. നാളെ കൂട്ടപാത്രം പാത്രം. പിന്നെ അതാ അജുമോൻ അടുത്തത് വേണ്ട ചെരുപ്പായിരുന്നു. പെരുന്നാക്കൊന്നും ചെരുപ്പ് കിട്ടിയില്ലല്ലോ തിരഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ സ്കൂൾക്ക് ഇടാൻ എന്തായാലും ചെരുപ്പ് വേണം. ഷൂ ഇട്ടിട്ടൊന്നും ഇപ്പോൾ സ്കൂൾക്ക് നടക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടി കയറിയത്. അപ്പോൾ മേലെ സ്റ്റെപ്പ് കയറി പോണത് ഇടങ്ങാറ് പിടിച്ചൊരു സ്റ്റെപ്പ് ഇരുന്നത്. എന്നാലും അവിടെ പോയി 1-2 ചെരുപ്പ് നോക്കിയപ്പോൾ ഓന് ചെരുപ്പും കിട്ടി. ഒരു ഇതാ അപ്പോൾ ഓനെ എടുത്ത സൈസ് വേറെ കളർ കാരണപ്പോൾ ഞങ്ങൾ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അയാൾ അതിനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് 3 കളർ കൂടുന്നതിൽ ഓന് കറുപ്പാണ് പറ്റിയത്. അപ്പോൾ ആ കറുപ്പ് എടുത്ത് പോകുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോൾ ഏകദേശം മഗ്‌രിബ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ബുക്ക് പൊതിയാനിരുന്നു. കാരണം ഇസാപ്പും അപ്പോഴും ഉമ്മാൻ്റെ അടുത്താണ്, ഓനെ കൊണ്ടുവന്നില്ല. അവൻ വരുമ്പോഴേക്ക് ബുക്കൊക്കെ പൊതിഞ്ഞാൽ ഇതൊന്നും വലിച്ചിടാനും ഇതിനൊന്നും അവൻ അയക്കില്ല. എല്ലാത്തിനും ഓനും ഉണ്ടാവും. പിന്നെ ഞാനിത് ചെയ്യണതിലൊക്കെ അജു ഭയങ്കര ഇൻട്രസ്റ്റിലിരിക്കുകയാണ്. ഒക്കെ പുതിയതായി വാങ്ങിയതല്ല. എല്ലാ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ. പുതിയ സാധനങ്ങൾ വാങ്ങിയ പിന്നെ ഫസ്റ്റത്തെ കുറച്ച് ദിവസം സ്കൂളിൽ പോകാനും കാര്യങ്ങൾക്കൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഓനോട് പറയുന്നുണ്ട്. ഫുള്ളും ഇതുപോലെ എല്ലാ ബുക്കും നേരെ വൃത്തിയിലും കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഏതായാലും ഞാൻ ഇതിങ്ങനെ പൊതിയണത് ഞാൻ കട്ടിങ് ഇല്ലാതെ പൊതിവാണ് വരിക. കാരണം എൻ്റെ താത്ത പറഞ്ഞതാണ് ഒരു സൈഡ് ആദ്യമൊക്കെ കട്ട് ചെയ്തിട്ടല്ലേ പൊതിയ. ഇത് ഞാൻ കട്ട് ചെയ്യാതെ അതിൻ്റെ നടുക്ക ബുക്കുകൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റാപ്ലെയർ ഇടുക. ഇതൊക്കെ ഇട്ട് സ്റ്റാപ്ലെയർ ചെയ്യാൻ നോക്കിയപ്പോഴാണ് സ്റ്റാപ്ലെയർ എവിടെയോ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അത് കാണാനല്ല, ഞാൻ വാങ്ങിയതില്ല. പിന്നെ കുടിക്ക് പോയി. പിന്നെ ഞാൻ കുടിയിൽ പോയി അവിടെ അനിയത്തിൻ്റെ ഉണ്ടായിരുന്നു, എടുക്കാൻ പോയി. ബാക്കി അപ്പം തന്നെ എനിക്ക് ഫുള്ളാക്കാൻ കഴിഞ്ഞില്ല. സ്റ്റാപ്ലെയർ കൊണ്ടുവന്നിട്ട് എൻ്റെ പിന്നാലെ ഇസാപ്പും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇസാപ്പും ഉണ്ടായില്ല. പിന്നെ ഞാൻ ഓനൊക്കെ ഉറക്കി, ഭക്ഷണമൊക്കെ കൊടുത്തോനെ ഉറക്കി. കുട്ടികൾ ജംഷിയാക്കും അജോലും കടന്നിരുന്നു. 10:30 ടൈമൊക്കെ ആയിരുന്നു. എന്നിട്ടാണ് ഞാൻ ഇതുമൊക്കെ ബാക്കിലേക്ക് നിന്നിട്ടുള്ളത്. അതിൽ പിന്നെ ഞാൻ ആ ബാക്കിയുള്ള ഫുള്ള് പരിപാടികളും സ്റ്റാപ്ലെയർ അടിച്ചാൽ സ്റ്റാപ്ലെയർ ഒട്ടിക്കാണ്ടൊക്കെ ഫുള്ള് അത് കഴിഞ്ഞ് പിന്നെ നൈസിൽ പൊട്ടിക്കാൻ വേണ്ടി നിന്നു. അത് ഫുള്ള് നൈസിൽ ഞാൻ തന്നെ പ്രിൻറ്റിങ് എഡിറ്റിങ് ചെയ്തുകൊണ്ട് കയ്യിൽ ആദ്യം എടുത്ത് വെച്ചിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ എനിക്ക് നൈസിൽ അയച്ചു കൊടുക്കാമല്ലോ ഉണ്ടായിരുന്നു. അത് അജുമോൻ്റെ സ്കൂൾക്ക് തന്നെ കൊടുത്തയക്കേണ്ടതാണ്. അപ്പോൾ പോകുമ്പോൾ നാളെ കൊടുക്കാമല്ലോ ചെയ്തിട്ട് അത് കട്ടിങ്ങിനും കാര്യങ്ങൾക്കും നിന്നിട്ട് കടക്കാലോ ചെയ്തത്. അത് കട്ട് ചെയ്യണതിൻ്റെ അടിയിലുണ്ട് ഒരാളിഞ്ഞ് വന്നിങ്ങനെ തോണ്ടണം. ബാക്കിൽ നോക്കിയപ്പോൾ ഇസാപ്പ് ഉറങ്ങാതെ എൻ്റെ പിന്നാലെ നീച്ച് പോയി നിൽക്കുകയാണ്. വെറുതെ കുറച്ച് ടൈം അവനവിടെ കടന്നിട്ട് പിന്നെ എൻ്റെ പിന്നാലെ നീച്ച് പോന്നു. അപ്പോൾ അതാ ഞാൻ ഉറക്കിങ്ങാണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറക്കം വന്ന് കണ്ണൊക്കെ ഒരു ഭാഗത്തേക്ക് പോകും.
അവന് ഒരുപാടായിരിക്കും അല്ലാത്തൊരു കടന്നു മറ്റു ഞാൻ ഉറക്കി പോന്നതാണ്. ഓൻ്റെ പിന്നാലെ നീച്ച് പോന്നേക്കും. ഞാൻ നാളെ അജുമോന് സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ കുറച്ച് നൈസിരിപ്പിൻ്റെ ഓർഡർ കൊടുക്കാണ്ടായിരുന്നു, അത് ശരിയാക്കിയിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് രാവിലെ ബാഗ് എടുത്ത് ശരിയാക്കി കൊടുക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.